DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മധ്യ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഈ മാസം 20 PTA യോഗം ചേരണം. മെയ് 25-26 തീയതികളിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണം. ക്ലാസുകളും പരിസരവും വൃത്തിയാക്കണം. PTAയും അധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണം. കുടിവെള്ളത്തിന്റെ നിലവാരം ഉറപ്പാക്കണം. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്, കുട്ടികളെത്തുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. ക്ലാസ് മുറികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കണം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്താൻ പാടില്ലെന്നും PTAയുടെ അനധികൃത പിരിവും അനുവദിക്കില്ലെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി മെയ് 19 വരെ നീട്ടിയിരിക്കുകയാണ്. കൂടുതൽ പേർക്ക് അവസരം നൽകുന്നതിനായാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനം. പുതിയ അറിയിപ്പ് പ്രകാരം അപേക്ഷകർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ rrbcdg.gov.in വഴി മെയ് 19 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. മെയ് 21 വരെ അപേക്ഷാ ഫീസും അടക്കാം. മെയ് 22 മുതൽ 31 വരെ അപേക്ഷകളിൽ തിരുത്തൽ വരുത്താനും അവസരമുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലെ 9970 ഒഴിവുകൾ നികത്തുന്നതിനായി വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റാണ് നടത്തുന്നത്. 10-ാം ക്ലാസ് ആണ് അപേക്ഷകർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി ജൂൺ 1 18 മുതൽ 33 വയസ്സ് വരെ ആയിരിക്കണം. OBC, SC, ST വിഭാഗങ്ങൾക്ക് യഥാക്രമം 3-5 വർഷത്തെ പ്രായപരിധി ഇളവ് ലഭിക്കും. ജനറൽ വിഭാഗങ്ങൾക്കും OBCക്കും 500 രൂപയും മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 250 രൂപയുമാണ് അപേക്ഷാ ഫീസ്. റെയിൽവേയിൽ ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള വിജ്ഞാപനം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ക്വാട്ട ഒഴികെ മുഴുവൻ മെറിറ്റ് സീറ്റുകളിലേക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടത്തുന്ന ഏകജാലക പ്രവേശനത്തിലൂടെയാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ടകളിൽ സ്കൂൾ തലത്തിൽ അപേക്ഷിക്കണം. ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ടസും പ്രവേശന പോർട്ടലായ hscap.kerala.gov.in ലഭ്യമാണ്. ഓൺലൈൻ വഴി മെയ് 14 മുതൽ 20 വരെ hscap.kerala.gov.in അപേക്ഷിക്കാം. ട്രയൽ അലോട്ട്മെന്റ് മെയ് 24 ആദ്യ അലോട്ട്മെന്റ് ജൂൺ 2 നടത്തും. അതിനാൽ വിദ്യാർത്ഥികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, മറ്റൊരു വിദ്യാഭ്യാസ വർഷം കൂടി ആരംഭിക്കുകയാണ്. ജൂൺ 2 സ്കൂളുകൾ തുറക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പുകൾക്കൊക്കെയുള്ള സമയം കൂടിയാണ് വരുന്നത്. സ്കോളർഷിപ്പ് തുക കൃത്യമായി കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുന്നതിന് വേണ്ടി ആധാർ അപ്ഡേറ്റ് നിർബന്ധമാണ്. 5 വയസ്സിന് മുൻപെടുത്തിട്ടുള്ള ആധാർ ബാൽ ആധാർ ആയിരിക്കും. ഈ നീലാധാർ 5 വയസ്സിന് ശേഷം പുതുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കുട്ടികളുടെ ബയോമെട്രിക് ആധാറിൽ ചേർക്കുന്നത്. അതിനാൽ 5 വയസ്സിന് ശേഷമുള്ള ആധാർ പുതുക്കണം. പിന്നീട് 15 വയസ്സിന് ശേഷവും ഇത് പുതുക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കൂ. മാത്രമല്ല, കുട്ടികളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. PM കിസാൻ KYC പല ആളുകൾക്കും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ അടുത്ത ഗഡു മുടങ്ങുവാൻ സാധ്യതയുണ്ട്. PM കിസാന്റെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മൾ KYC ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. KYC റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ ഈ KYC നടപടികൾ വീണ്ടും പൂർത്തീകരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു തുക നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും KYC റിക്വസ്റ്റ് വരുന്നില്ല. ചില ആളുകൾക്ക് മാത്രമാണ് വരുന്നത്. അതിനാൽ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ PM കിസാന്റെ 20-ാം ഗഡുവിന്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മാസം, അതായത് ജൂൺ മാസത്തോടെ ഈ 2000 രൂപ PM കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.